സർവമായയിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയിട്ടുള്ള നിവിൻ പോളിക്ക് 2026 ഒരുപാട് സിനിമകളുണ്ട്. നയൻതാരയോടൊപ്പമുള്ള ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമ ഏറെക്കുറെ റിലീസിന് തയ്യാറായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ചിത്രത്തിന്റെ പുറത്തു വന്ന പ്രൊമോ മെറ്റീരിയലുകൾ കാണുമ്പോൾ നിവിൻ പോളിയുടെ സോണിലുള്ള പടമാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. നിവിൻ പോളിക്കൊപ്പം നയൻതാരയ്ക്കും നിർമ്മാണത്തിൽ പങ്കാളിത്തമുള്ള സിനിമയാണിത്. ചിത്രീകരണം പൂർത്തിയായിട്ടുള്ള മറ്റൊരു സിനിമയാണ് ബേബി ഗേൾ. പ്രാധാന്യമുള്ള റോളാണെങ്കിലും ഒരുപാട് സ്ക്രീൻ ടൈം ഉള്ള റോൾ അല്ല എന്നാണ് ബേബി ഗേളിലെ നിവിൻ പോളിയുടെ കഥാപാത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്പം ദിവസങ്ങൾക്ക് മുന്നേ പാക്കപ്പായ നിവിന്റെ മറ്റൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ബി ഉണ്ണികൃഷ്ണനാണ്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെയുള്ള സീക്വൻസുകൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ സിനിമ സ്വല്പം വലിയ ക്യാൻവാസിലുള്ള പൊളിറ്റിക്കൽ സിനിമയാണ്. ഒരുപക്ഷെ ഇലക്ഷൻ അടുപ്പിച്ച് നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിൽ നിവിൻ ജോയിൻ ചെയ്തിട്ടുള്ള സിനിമ പ്രേമലുവിന് ശേഷം ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന സിനിമയായിട്ടുള്ള ബത്ലഹേം കുടുംബ യൂണിറ്റ് ആണ്. നിലവിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിൽ നായികയായിട്ട് വരുന്നത് മമിത ബൈജു ആണ്. പ്രേമലുവിന്റെ സഹരചയിതാവായിട്ടുള്ള കിരൺ ജോഷി ഈ സിനിമയുടെ രചനയിലുമുണ്ട്. ഫഹദ് ഫാസിലും ശ്യാം പുഷ്കരനും ദിലീഷ് പോത്തനും ചേർന്നിട്ടാണ് സിനിമ നിർമ്മിക്കുന്നത്. ഈ അടുത്തായിട്ട് അനൗൺസ് ചെയ്യപ്പെട്ട പല സിനിമകളുടെയും പോസ്റ്ററുകൾ നിവിൻ പോളി സ്വന്തം പ്രൊഫൈലിൽ നിന്ന് നീക്കിയിരുന്നു. ഇനി അതിൽ മാറ്റാതെ അവശേഷിക്കുന്ന പടം മൾട്ടിവേഴ്സ് മന്മഥൻ എന്ന പടമാണ്. എങ്കിലും ചന്ദ്രിക എന്ന സിനിമയും ആവറേജ് അമ്പിളി എന്ന കരിക്ക് വെബ് സീരീസും സംവിധാനം ചെയ്ത ആദിത്യൻ ചന്ദ്രശേഖറാണ് ഈ സിനിമ ഒരുക്കുന്നത്. പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിലുള്ള ഒരു സിനിമയാണിത്. ആദിത്യൻ നിലവിൽ നീരജ് മാധവും അൽതാഫ് സലീമും അജു വർഗീസും ആർഷ ബൈജുവും ഒക്കെയുള്ള പ്ലൂട്ടോ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ട് നിൽക്കുകയാണ്. ഇതുകൂടാതെ തമിഴിൽ എൽസിയുവിന്റെ ഭാഗമായിട്ടുള്ള ബെൻസ് എന്ന സിനിമയിൽ വാൾട്ടർ എന്ന നെഗറ്റീവ് കഥാപാത്രത്തെ നിവിൻ പോളി അവതരിപ്പിക്കുന്നുണ്ട്. ഹിന്ദിയിലുള്ള പനോരമ സ്റ്റുഡിയോസ് നിവിൻ പോളിയുടെ പോളി ജൂനിയർ പിക്ചേഴ്സുമായി ചേർന്ന് 100 കോടി മലയാളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ഏറ്റവും പുതിയതായിട്ട് കേൾക്കുന്നത്. ആ ഒരു നീക്കം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ ഡിയർ സ്റ്റുഡൻസ്, പിന്നീട് പറഞ്ഞ മൾട്ടിവേഴ്സ് മന്മഥൻ, പിന്നെ ഷൂട്ടിംഗ് തുടങ്ങി നിന്നുപോയ ആക്ഷൻ ഹീറോ ബിജു 2 മുതലായവയുടെ കാര്യത്തിൽ ഗുണകരമായേക്കാനുള്ള സാധ്യതയുണ്ട്.